പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ തട്ടിമാറ്റി പോകരുത് കേട്ടോ. പോയാലും നിങ്ങൾക്ക് നഷ്ടം തന്നെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരുപാട് പ്രായമായ സ്ത്രീകളുടെ കുട്ടുമ്മ കുട്ടോ എന്നുള്ള പാട്ടും ഡാൻസും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഒട്ടുമിക്കാറും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തന്നെ ഉള്ളത് എന്ന്. ആ മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ചില പണ്ഡിതന്മാർ അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് അതിനെ റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നു യൂട്യൂബിൽ. ചില പണ്ഡിതന്മാർ അവരതിനെ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രായമായില്ല, ഈ പ്രായത്തിൽ നിങ്ങൾ അത് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു പണ്ഡിതൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണാൻ സാധിച്ച്. എൻ്റെ ചങ്ങായിമാരെ, അത് വല്ലാത്തൊരു മറുപടി കൊടുക്കുന്ന വീഡിയോ ആണ് ഈ ഉസ്താദിൻ്റെത്. മാഷാ അല്ലാഹ്, ഈ ഉസ്താദ് പറയുന്ന ഓരോരോ വാക്കുകളും കേട്ടെങ്കിലുണ്ടല്ലോ, ഏത് നന്നാവാത്തവനും നന്നായി പോവും. ഇങ്ങനെ കൊടുക്കണോ അല്ല വാക്ക് തിരിച്ചിട്ട്? അല്ലാണ്ട് പ്രായമായ സ്ത്രീകൾ അവർ പാട്ട് പാടുന്നോ, അവർ കളിക്കുന്നോ, അതിനെ നിങ്ങളത് ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോവോ, നിങ്ങൾ നരകത്തിൽ പോവുമോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കല്ലേ ഈ ഉസ്താദ് പറഞ്ഞ് ഇങ്ങനെയുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത്. ഈ ഉമ്മ നമ്മൾ പലരും ചിലപ്പോൾ ഈ ഉമ്മാൻ്റെ വീഡിയോസ് കണ്ടവരാകും. വിമർശിക്കാനൊന്നും വന്നതല്ല, കുറ്റപ്പെടുത്താൻ നമ്മളാരും ആളുമല്ല. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. ആരും ആരെക്കാൾ ചെറുതുമല്ല, ആരും ആരെക്കാൾ വലുതുമല്ല. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളത്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഈ സമൂഹത്തിലേക്ക് അത് എത്തിക്കുമ്പോഴാണ് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടാവുക. പൊതുവെ ഞാൻ പാട്ടുപാടാൻ കഴിവില്ലാത്ത ഒരാളാണ്. ഞാനത് തിരിച്ചറിയുകയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും പാടാൻ ശ്രമിച്ചാൽ കോമാളിയാകലല്ലാതെ മറ്റൊരു പ്രയോജനവും അതുകൊണ്ട് കിട്ടലില്ല. ഉമ്മയോട് സ്നേഹപൂർവ്വം പറയാനുള്ള കാരണം, പല വീഡിയോകളും ഉമ്മ ആരംഭിക്കുമ്പോൾ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്നാണ്. അതേ സ്നേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഉമ്മയോടുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ ഉപദേശമായി ഉമ്മ ഇത് കാണണം. ഉമ്മ, നമുക്ക് പാട്ട് പാടാനുള്ള കഴിവില്ലെങ്കിൽ നാം അതിനെ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ നാം വഷളാകും. നമ്മുടെ കുടുംബത്തിന് അതുകൊണ്ട് മോശപ്പേരുണ്ടാകും. നമ്മളെല്ലാവരും നാട്ടുകാർക്കിടയിൽ ഒരു പരിഹാസ്യ പാത്രമായിട്ട് മാറും. ഉമ്മാക്കിപ്പോൾ ഒരുപാട് കഴിവുകളുണ്ടാകും. ആരെങ്കിലും ഒരാളെ നന്മയാർന്ന ഒരു ഉപദേശം കൊണ്ട് ഉമ്മാക്ക് നന്നാക്കാൻ പറ്റിയാൽ ഈ ദുനിയാവും ആഖിറവും ഉമ്മ സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അതിൽ ഉമ്മാക്ക് ലഭിക്കും. ഞാൻ ഈ പറയലുകൊണ്ട് ഉമ്മാക്ക് സങ്കടം ഉണ്ടാകരുത്. ഏറെ സങ്കടപ്പെടാതിരിക്കാനാണ് ഈ പ്രിയപ്പെട്ട മുത്തഅല്ലിമായ മകൻ ഉമ്മയോട് ഇതുപോലെ ഉപദേശിക്കുന്നത്. ഞാൻ എന്തിനും അർഹതപ്പെട്ട ആളുമല്ല. ഞാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നെങ്കിലും വിയോജിക്കുന്നെങ്കിലും കമന്റുകളിലൂടെ അറിയിക്കണം.